നിങ്ങൾ ആരെങ്കിലും നല്ല മൊയലിറച്ചി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ മൊയലിന്റെ ബിരിയാണി ഉൾപ്പെടെ കിട്ടുന്ന നല്ലൊരു ഫുഡ് സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു അടിപൊളി വൈബുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത്. കേച്ചേരിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഈ റെസ്റ്റോറന്റ് കാണാൻ പറ്റും. വലിയ വലുപ്പത്തിലാണ് ഇതിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്. ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവിടുത്തെ ഈ മെനു ഒന്ന് വായിച്ചു നോക്കി. നല്ലൊരു കള്ള് ഷാപ്പിലെ മെനു പോലെ ഇല്ലേ? ആട്ടിൻകാൽ വരട്ട്, മട്ടൻ ചീനച്ചട്ടിക്കറി, മട്ടൻ 65, അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടുത്തെ മെയിൻ. അതിൽ എന്റെ ഫേവറേറ്റ് ആ മുകളിൽ കണ്ടോ, റാബിറ്റ് പെപ്പർ ഫ്രൈ. അത് കഴിക്കാനാണ് ഞാൻ വന്നത്. സമയം ഇപ്പോ വൈകിട്ട് 4 മണിയായി. അതുകൊണ്ട് തന്നെ റാബിറ്റ് എനിക്ക് കിട്ടിയില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് റാബിറ്റ് ട്രൈ ചെയ്തത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ. ബേബി സീറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചെക്കനായിട്ട് അഡ്ജസ്റ്റ് ആയി. ഇവിടെ എല്ലായിടത്തും വൈറ്റ് ഹൗസ് മയമാണ്. വാട്ടർ ബോട്ടിൽ തൊട്ട് പ്ലേറ്റ് തൊട്ട് എല്ലായിടത്തും വൈറ്റ് ഹൗസ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആംബിയൻസ് കണ്ടു നോക്കിക്കോട്ടോ, നല്ല രസമുള്ള ആംബിയൻസ് ആണ്. എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് റൂം എടുത്തത് ഈ ബിൽഡിംഗിലായിരുന്നു. അന്ന് തൊട്ട് ഞാൻ വൈറ്റ് ഹൗസിന്റെ സ്ഥിരം കസ്റ്റമർ ആണ്. ഞാൻ ഈ വഴി പാസ് ചെയ്യുമ്പോഴൊക്കെ, ഞാൻ സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്ന റൂട്ടുമാണ്, പാസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. നമ്മുടെ ഫുഡ് വന്നു. റാബിറ്റ് കിട്ടാത്തതുകൊണ്ട് നല്ല കുരുമുളകിട്ട ബീഫും ഒരു പ്രത്യേക തരത്തിലുണ്ടാക്കിയ പ്രോൺസ് ഫ്രൈയും ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്രോൺസ് ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്ന ടൈപ്പ് പ്രോൺസ് ഒന്നും ഇതിനകത്ത് കാണാനേ പറ്റില്ല. ഈ കറി കിട്ടിയപ്പോൾ ഞാൻ ആദ്യം തപ്പിയത് പ്രോൺസ് എവിടെയാ, അവർക്ക് മാറിപ്പോയോ, ഇനിയിപ്പോൾ അവർ ബീഫ് തന്നെയാണോ കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. അങ്ങനെ ഡൗട്ട് കൂടി ഒരു കഷ്ണം പ്രോൺസ് എടുത്ത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രോൺസ് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സംഭവം പ്രോൺസ് തന്നെയാണ്. അത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ പോലെ ഫ്രൈഡ് പ്രോൺസ് ആക്കി പൊരിച്ച് വെച്ചേക്കുന്നതാണ്. അത് ഗ്രേവി ആക്കിയതാണ്. അതാണ് ഞാൻ ആദ്യം കഴിച്ചത്. ഗംഭീര ടേസ്റ്റ് ആണ് കേട്ടോ. പൊറോട്ടയുടെ ഒപ്പം മസ്റ്റ് ട്രൈ ആണ്. പിന്നെ എനിക്ക് തോന്നി പൊറോട്ടയുടെ മെയിൻ കോമ്പിനേഷൻ ബീഫ് ആണല്ലോ. അത് നല്ല കറുത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ബീഫ്. നമ്മുടെ ജാഫ്രിക്ക ഇപ്പൊ അടുത്ത് ബീഫ് ഉണ്ടാക്കുന്നത് പറഞ്ഞു കേട്ടായിരുന്നു. അത് വൈറലാണ്. അതൊക്കെയാണ് ഇപ്പൊ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ജാഫ്രിക്ക പറഞ്ഞതിനേക്കാളും ഇങ്ങനെ വരണ്ടിരിക്കുന്ന ബീഫ് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ വരണ്ട ബീഫും പൊറോട്ടയും. ആഹാ അന്തസ്. ഈ സൈഡിലിരിക്കുന്നത് എന്റെ പുത്രനാണ്. അവനിപ്പം ചെറുതായിട്ട് നോൺ വെജ് ഒക്കെ കഴിച്ചു തുടങ്ങി. അവന്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ബീഫ് തന്നെയാണ് കേട്ടോ. ബീഫ് കഴിക്കാൻ വേണ്ടി അവൻ എന്തോ, അത് ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിക്കാൻ വേണ്ടി വാശി എടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി വാശി എടുത്തുകൊണ്ട് ഇച്ചിരി ഞാൻ കൊടുത്തു നോക്കി. അത് ചെറുതായിട്ട് അബദ്ധമായിപ്പോയി. ഇവിടുത്തെ ഫുഡിനെ പറ്റി ഞാൻ പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല സ്പൈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഫുഡിന്റെ മെനു കാണുമ്പോൾ ഒരു ഷാപ്പിലെ കറിയുടെ ഒക്കെ വൈബ് ഉണ്ടെന്ന്. അത് കറക്റ്റാണ്. വൈബ് മാത്രമല്ല, എരിവും ഏതാണ്ട് അതേപോലെയാണ്. എരിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ബില്ലൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വഴി പോകുമ്പോൾ ഈ സ്ഥലം ഒന്ന് ട്രൈ ചെയ്തോളൂ.